നമസ്കാരം, ഞാൻ ജയന്താണ്. ഒരു 73-കാരൻ കിളവൻ്റെ അഴിഞ്ഞാട്ടം എന്നല്ലാതെ ഈ ഒരു പടത്തെ നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. അടി എന്നൊക്കെ വെച്ചാൽ വേറെ റേഞ്ച് അടിയാണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. കിളവൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് സത്യത്തിൽ അത് നമുക്ക് ഒരു 73 വയസ്സുകാരന് പിന്നെ എന്താണ് പറയാനുള്ളത്? മോനെ എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചേട്ടാ എന്ന് വിളിക്കാൻ പറ്റും. ഒരു വൃദ്ധൻ അല്ലെങ്കിൽ ഒരു കിളവൻ എന്നാ സാധാരണ നമ്മൾ പറയുന്നു. ആ രീതിക്ക് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ മമ്മൂട്ടി ഫാൻസ് ആണെങ്കിലും മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും അതിൻ്റെ വീഡിയോക്കകത്തൊന്ന് പൊങ്കാലയായിരുന്നു. വീഡിയോയിൽ ഞാൻ മമ്മൂക്കേനെ പറ്റി കുറ്റവും ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് 73 വയസ്സുകാരൻ ഒരു കിളവൻ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല, എന്തായാലും ഒരു പക്ക മാസ് കൊല മാസ് ചിത്രം ആണ് ഈ ടർബോ. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു അഭ്യാസം കാണണമെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു പടം തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ കാണണം. പക്ഷേ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നല്ലൊരു കഥ എന്നൊരു രീതിക്ക് പോകല് നിരാശയായിരിക്കും. 2015, 2014, 2017 സമയങ്ങളിലാണ് ഈ ചിത്രം വന്നിരുന്നെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ദഹിച്ചേനെ. പക്ഷേ ദഹിക്കാൻ വേണ്ടി ഒന്നുമില്ല കഥയിൽ. നമ്മുടെ മമ്മൂക്കയുടെ അഭിനയം മാറ്റി നിർത്തിയാൽ പടത്തിൽ യാതൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു അടിപ്പടം. നമ്മുടെ മമ്മൂക്കേനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ സ്കോഡ്, ഭ്രമയുഗം, കാതൽ എന്നൊക്കെ ഒരു നോർമൽ പടങ്ങൾ വന്നു പോയ ഒരു ടൈമിൽ ഫാൻസിന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചിത്രം എന്നപരി അതിൽ പറയേണ്ടതായിട്ട് വേറെ ഒന്നുമില്ല. ആ ഒരു സംഭവം നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടാം. അതാണ് അതിൻ്റെ തുടക്കം. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി പുള്ളി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു അധോലോകവുമായി പുള്ളി ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. അത് ആ കഥയിലേക്ക് പോകുന്നു. പിന്നെ കഥയിൽ വന്നിട്ട് അവസാനം ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ തമിഴിലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം പടത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് വരും എന്നുള്ള രീതിക്കാണ് പടം നിർത്തിയേക്കുന്നത്. എന്തായാലും സെക്കൻഡ് പാർട്ട് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ടെർബോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതിൻ്റെ ട്രെയിലർ കൊടുത്ത ആംബിയൻസ് എന്തായാലും ആ പടത്തിൽ കൊടുത്തിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഫീല് ഞാൻ പറയാം. ഒരു രോമാഞ്ചം വരുന്ന ഒരു സീൻ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. നമ്മുടെ പുലിമുരുകനിലാണെങ്കിൽ പോലും നമുക്ക് പല പല സിറ്റുവേഷനിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ കഥയിനകത്തേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന പല സന്ദർഭവുമുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നിന്ന് എനിക്കത് കിട്ടിയില്ല എന്നൊരു സത്യം. ഇതിനകത്തൊരു തേങ്ങ പുണ്ണാക്കും ഇതിനകത്തില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ കഥയും അതേപോലെ നമ്മുടെ വൈശാഖിന്റെ ആ ഒരു സംവിധാനവും വന്നിട്ടുള്ള പിഴവായിരിക്കാം അതിന് കാര്യം പുലിമുരുകന് കൊടുത്ത ആ ഒരു റേഞ്ച് പോലും. പക്ഷെ മേക്കിംഗ് വൈസ് ക്യാമറ കുറച്ച് അങ്ങനെ പല പല കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ആ ഒരു മാസും കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു മുരുകനിലൊന്നും കണ്ട ഒരു ഫീൽ നമുക്ക് ഉണ്ടായില്ല ഈ ഒരു ചിത്രത്തിൽ നിന്ന്. എന്നെ സംബന്ധിച്ച് നിരാശയാണ്. പക്ഷെ നടന വിസ്മയമാണ്, അവതാരമാണ്. പക്ഷേ പടം അപരാധമായി പോയി. എന്തു ചെയ്യാൻ? പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു നടൻ, പുള്ളി അങ്ങ് വിലസിക്കുകയാണ്. വിലസിക്കുന്ന വെച്ചാൽ പുള്ളി എനിക്ക് തോന്നുന്നു ഈ പടം കൊണ്ട് പുള്ളി രക്ഷപ്പെടും. രാജ്ബി ഷെട്ടി രക്ഷപ്പെടും എന്തായാലും ഈ ഒരു പടം കൊണ്ട്. ബിന്ദു പണിക്കർ പുള്ളിക്കാരി നമ്മുടെ റോഷാക്കിലൊക്കെ ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്തു. ഇതിൽ ഒരു അമ്മ ക്യാരക്ടർ, നമ്മുടെ മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് പുള്ളിക്കാരി അഭിനയിക്കുന്നത്. പുള്ളിക്കാരിയുടെ ചില കോമഡീസ് ഉണ്ട്, വേറെ ലെവൽ. സത്യത്തിൽ നമ്മൾ ചിരിച്ചതൊക്കെ ആ ഒരു ടൈമിലാണ്. പുള്ളിക്കാരുടെ ചില സിറ്റുവേഷൻ, ചില കോമഡി, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പുള്ളിക്കാരി പറയുന്ന ചില കോമഡികൾ നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ഒരു കിടിലമായി ഫീൽ ചെയ്യും. പിന്നെ ഒരു ഹിന്ദി നടൻ, പുള്ളിയുടെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല, സുനിൽ, നമ്മുടെ കന്നഡയിലൊക്കെ ഉള്ള ഒരു സുനിൽ, പുള്ളിയും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അലക്സാണ്ടർ, ദിലീഷ് പോത്തൻ, അവരുടെയൊക്കെ ഒരു ചെറിയ സാന്നിധ്യം എന്തായാലും ചിത്രത്തിലുണ്ട്. എന്തായാലും മികച്ചതാണ് എന്ന് പറയാനായിട്ട് പടത്തിൽ മമ്മൂക്കയുടെ അഭിനയം ഒഴിച്ചാൽ വേറെ ഒന്നും പടത്തിലില്ല. പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നും പടത്തിലില്ല.